പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ നാട്ടുമ്പുറങ്ങളിൽ സാധാരണയായി തയ്യാറാക്കുന്ന ഒരു വിഭവമാണ് ചക്കക്കൂര് ചെറിയ ഉള്ളി തീയൽ. അപ്പോൾ അതാണ് നമ്മുടെ വീഡിയോയിൽ ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്കതൊന്ന് കണ്ടു നോക്കാം. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ചക്കക്കുരു എടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് നമുക്ക് ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതിൻ്റെ തവിട് കളയാതെയാണ് നമ്മൾ എടുക്കുന്നത്. ഇനി ഇതിനോടൊപ്പം തന്നെ കുറച്ച് ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ മുരിങ്ങയ്ക്കായും നമുക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതെല്ലാം കഴുകി നന്നായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനോടൊപ്പം തന്നെ ഒരു 2-3 തക്കാളിക്കയും കൂടെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് നമുക്കൊരു കുക്കർ അടുപ്പത്ത് വെക്കാം. കുക്കറിലാണ് ഞാൻ തയ്യാറാക്കുന്നത്. കുക്കർ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് ചെറിയുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ 2-3 പച്ചമുളകും കൂടെ കീറിയത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ചുമന്ന് വരുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്നുകൂടി ഇളക്കണം. അതിനുശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിക്ക ചേർത്ത് കൊടുക്കാം. തക്കാളിക്ക് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മുരിങ്ങയ്ക്ക അതുപോലെ തന്നെ ചക്കക്കുരു ഇവ രണ്ടും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ച് നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. 2 വിസിൽ വരുന്നത് വരെ നമുക്ക് വേവിക്കാം. ചക്കക്കുരു ഉള്ളതുകൊണ്ടാണ് 2 വിസിൽ കൊടുക്കുന്നത്. ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് 1 മുറി തേങ്ങ തിരുമ്മിയത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. തേങ്ങ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു 4-5 ഉണക്കമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 4-5 ചെറിയ ഉള്ളി അരിഞ്ഞതിട്ട് കൊടുക്കാം. ഇനി ഒരു 1.5 ടീസ്പൂൺ മല്ലിയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് മൂത്ത് വരുന്നത് വരെ നമുക്കൊന്ന് വറുത്തെടുക്കാം. ചെറു തീയിലിട്ട് വേണം ഇത് വറുത്തെടുക്കാൻ. ഇനി നമ്മൾ ചേർക്കുന്നത് കറിവേപ്പിലയാണ്. അതിനോടൊപ്പം തന്നെ 1 ടീസ്പൂൺ പെരിഞ്ജീരകം കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് 2 ചേർക്കുമ്പോഴാണ് നമ്മുടെ തീയലിന് നല്ല ടേസ്റ്റ് വരുന്നത്. അപ്പോൾ ഒരു കൊഞ്ച് തീയലിൻ്റെ ടേസ്റ്റാണ് നമുക്ക് കിട്ടുന്നത്. ഇപ്പോൾ നമ്മുടെ തേങ്ങ നന്നായിട്ട് ചുമന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നിട്ടിതൊന്ന് തണുക്കാൻ വെക്കാം. ഇപ്പോൾ നമ്മുടെ കഷ്ണങ്ങളെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു ചെറിയ മൺകലത്തിലേക്ക് മാറ്റാം. ഇതിനി നമുക്ക് അടുപ്പിൽ വെച്ച് കൊടുക്കാം. ഇതൊന്ന് തിളച്ച് വരുന്ന സമയം കൊണ്ട് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ഒന്ന് അരച്ചെടുക്കാം. വെള്ളം ഒഴിക്കാതെ വേണം നമ്മളിത് അരച്ചെടുക്കാൻ. അപ്പോൾ നമ്മൾ തേങ്ങയെല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തിളച്ച് വരുന്ന കഷ്ണത്തിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ച് നമുക്കിതൊന്ന് അടച്ച് വെച്ച് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് വെന്ത് കുറുകി വരുന്ന സമയത്ത് ഗ്യാസ് ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ചക്കക്കൂരു ചെറിയ ഉള്ളി തീയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് നമുക്കിതൊന്ന് താത്തു വെക്കാം.